Hi dear students, I am Chandrika Jayashankar. SSLC കഴിഞ്ഞു നിൽക്കുന്ന അതുപോലെ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന കുട്ടികളോടാണ് ഞാൻ ഈ രണ്ട് വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റൊന്നുമല്ല. അതായത് നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കൂ, നിങ്ങൾക്ക് ആരും തന്നെ ഈ ലോകത്ത് അപ്രീസിയേഷൻ അല്ലെങ്കിൽ ആദരവ് റെക്കഗ്നീഷൻ അല്ലേ, മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടാൻ ആഗ്രഹിക്കാത്തവരാരും തന്നെ ഉണ്ടാവില്ല അല്ലേ. ജീവിതത്തിൽ ആദരവ് കിട്ടാൻ ആഗ്രഹിക്കാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. സോ അത്തരം ഒരു ആദരവ് അല്ലെങ്കിൽ ബഹുമാനം നമുക്ക് ജീവിതത്തിൽ നേടിയെടുക്കുവാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 3 സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമായി ഞാൻ കാണുന്നത്, നാം ജീവിതത്തിൽ നല്ല രീതിയിൽ ഒരു ഗവൺമെൻറ് സർവീസിൽ കുറച്ച് ശമ്പളം ചിലപ്പോൾ കുറവായിരിക്കാം, പക്ഷേ ഒരു ഗവൺമെൻറ് സർവീസിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ, അത് കുറച്ചുകൂടെ നല്ല ഹയർ ലെവലാണെങ്കിൽ അതിനനുസരിച്ച് നല്ല രീതിയിലുള്ള റെക്കഗ്നേഷൻ, അപ്രീസിയേഷൻ എല്ലാം തന്നെ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാനും നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവിധ സാഹചര്യവും ഉണ്ടാവും എന്നുള്ളതാണ് നമ്പർ 1 സിറ്റുവേഷൻ. നമ്പർ 2 സിറ്റുവേഷൻ, ഓഫ് കോഴ്സ് നമ്മൾ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഏത് ബിസിനസ് തന്നെ നേരായ വഴിയിൽ ഒരു ബിസിനസ് ചെയ്തൊരു ഓൺട്രപ്രണറായിട്ട് നല്ല രീതിയിൽ നല്ല പണം സമ്പാദിച്ച് നല്ല നിലയിലെത്തുമ്പോൾ, നല്ല ബിസിനസ് ചെയ്ത് നേരായ വഴിയിൽ എത്തിക്കൽ കണ്ടീഷൻസ് എല്ലാം ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഒരു നിലയിലെത്തുമ്പോൾ, നല്ല ഒരു പണക്കാരനായി, നല്ല ഒരു ബിസിനസ്മാനായി, നല്ലൊരു ഓൺട്രപ്രണറായിട്ട് ജീവിക്കുന്ന ആ ഒരു സാഹചര്യം എത്തുമ്പോൾ തീർച്ചയായും നമ്മളെ മറ്റുള്ളവർ ബഹുമാനിക്കുകയും ആദരിക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. മൂന്നാമതായിട്ട് ഇനിയൊരു സാഹചര്യം, അത് മറ്റൊന്നുമല്ല, മറ്റുള്ളവരെ നമ്മൾ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരു ജീവിത രീതി. മറ്റുള്ളവരെ നമ്മൾക്ക് അൺകണ്ടീഷണലായി നമ്മളൊന്നും തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്യാതെ അവരെ നമ്മൾ അകമഴിഞ്ഞ് സഹായിക്കുന്ന ഒരവസ്ഥ. ആ ഒരവസ്ഥയിലും തീർച്ചയായും മറ്റുള്ളവർ നമ്മൾ ആദരിക്കപ്പെടും, ബഹുമാനിക്കപ്പെടും. സോ ഈ 3 കാര്യങ്ങളാണ് നാം മറ്റുള്ളവർ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, ഈ സമൂഹത്തിലുള്ള ജനങ്ങൾ, നമ്മൾക്ക് ചുറ്റുമുള്ളവർ നമ്മളെ ആദരിക്കാനും ബഹുമാനിക്കുവാനും നമുക്ക് ഉണ്ടായിരിക്കേണ്ട 3 സിറ്റുവേഷൻസാണ് ഞാനിവിടെ പറഞ്ഞത്. സോ നിങ്ങൾ പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾ ചിന്തിക്കുക, തീരുമാനിക്കുക, ഏത് 3 സിറ്റുവേഷനിൽ ഏത് സിറ്റുവേഷനിലൂടെയാണ് ഞാൻ കടന്നു പോകേണ്ടത്, അല്ലെങ്കിൽ ഈ 3 സിറ്റുവേഷനിൽ ഏത് സിറ്റുവേഷനാണ് ഞാൻ കൈക്കുള്ളിലാക്കേണ്ടത്. സോ ദാറ്റ് സമൂഹത്തിൽ നല്ല രീതിയിൽ നല്ല ബഹുമാനത്തോടുകയും മറ്റുള്ളവരാൽ നന്നായിട്ട് ആദരിക്കപ്പെടുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട്, നല്ല രീതിയിൽ മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുകയും ചെയ്തുകൊണ്ട് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഏത് ഏരിയയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഈ 3-ൽ ഏത് സിറ്റുവേഷനാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് ആദ്യമായിട്ട് നിങ്ങളൊരു കരിയറിനെ പറ്റി ചിന്തിക്കുമ്പോൾ തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു പോയിൻ്റാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് thank you very much. And if you like this video, please like and share to others. Thank you all.